ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുറം പച്ചക്കറി ആയിട്ടോ. ഒരു മുറം പച്ചക്കറി പറഞ്ഞാൽ ഇതെല്ലാം ഇവിടെ ഉണ്ടായത് തന്നെയാണ്. കയ്പയ്ക്ക, കായ, ചീര, മാങ്ങ, പിന്നെ ചേമ്പ്. ഇതാണ് ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇക്കുറിയത്തെ വിഷു വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മളെ വീട്ടിലുണ്ടായ സാധനങ്ങളെ കൊണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ഈ ചക്ക വെച്ചിട്ട് ചക്കപ്പുഴുക്കും ചക്ക എലിശ്ശേരി എല്ലാം ഞാൻ കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ചക്ക അവിയലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് കുറെ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇത് ഇനി നേരെ ആക്കട്ടെ, എന്നിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഇവിടെ ചക്ക നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ മാങ്ങ ഉണ്ടല്ലേ, നമുക്ക് ചക്കയും മാങ്ങ ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം. ചക്ക ഇങ്ങനെ നീളത്തിൽ നുറുക്കണം കേട്ടോ. നമ്മൾ അവിയൽ കഷ്ണം നുറുക്കുന്ന മാതിരി തന്നെ നീളത്തിൽ നുറുക്കുക. ചക്ക മാത്രമേ ഉള്ളൂ? ചക്ക മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ കാലത്ത് കിട്ടുന്ന പച്ചക്കറികളെ കൊണ്ടാണല്ലോ വിഷുവിന് ഉണ്ടാക്കുക. അപ്പൊ നമ്മളെ ഈ നാട്ടില് ഈ ഭാഗത്തൊക്കെ അധികം ഇങ്ങനെ ചക്കപ്പുഴുക്കും ആണ് ഉണ്ടാക്കുക. അപ്പൊ ഇത് ഞാനൊന്ന് വേറൊരു സ്റ്റൈലിൽ ഉണ്ടാക്കണമെന്ന് മാത്രം. ചക്കപ്പുഴുക്കല്ല, ചക്ക എലിശ്ശേരിയല്ല, അവിയലാണ്. പുഴുക്കുമല്ല എലിശ്ശേരിയല്ല, അവിയൽ. ഈ 2 ചക്കക്കുരും കൂടി ഇടുന്നുണ്ട് ഇതില്. ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നീളത്തിൽ നുറുക്കിയിടണം. ചക്കക്കുരു നീളത്തിൽ അരിയണം കേട്ടോ. ഇത് നമ്മള് അവിയല് മാതിരിയല്ല ഉണ്ടാക്കുന്നത്. ഇപ്പൊ ചക്കക്കുരു വേഗമാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ നൈസായിട്ടാണ് അരിയുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ അരപ്പ് റെഡിയാക്കണേ. അതിലേക്ക് നാളികേരം വേണം. അപ്പോൾ ഒരു അരമുറി നാളികേരം എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 4 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായി നന്നായി അരക്കുക പറഞ്ഞാൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ഈ ചക്കയിൽ ഉപ്പിടുന്നുണ്ട്. ഒരു 1/2 സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇത് നന്നായി ക്രഷ് ചെയ്തെടുത്തത് കേട്ടോ. നമ്മളിങ്ങനെ ഒതുക്കുക എന്നൊക്കെ പറയില്ലേ, അതേമാതിരി. ഇനി അതും ഇതിലേക്ക് ഇടുന്നുണ്ട്. നന്നായി യോജിപ്പിക്കിയതെല്ലാം കൂടി. ഇനി ഇതിലേക്ക് ഞാനൊരു തുള്ളി വെള്ളം തളിക്കുന്നുണ്ട് കേട്ടോ. ഇത് അരച്ചതില് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തളിക്കുന്നേ ഉള്ളൂ. ഇത് ആവിയിൽ കിടന്നിട്ട് വേവണം. ഇത് അടുപ്പത്ത് വെക്കാം. പിന്നെ ചൂടായി കഴിഞ്ഞാലേ നമുക്കതൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. ഞാൻ കുറച്ചും കൂടി വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ചക്ക കുറച്ച് ഹാർഡാണ്. അപ്പോൾ ഒന്നും കൂടി വേവാൻ വേണ്ടിയിട്ട് അധികം വെള്ളം പറഞ്ഞിട്ടില്ല. ഒന്നും കൂടി തളിച്ച് ഒന്നും കൂടി അടച്ചു വെക്കും. ഈ പഴുത്ത മാങ്ങ കൊണ്ടുള്ള കൂട്ടാനാണ് അത്. നമ്മൾക്ക് ഇവിടെ പുളിമാങ്ങ ഉണ്ടായിട്ടുണ്ട്. അതിനിപ്പോൾ ഇവിടെ പുളിമാങ്ങ കൊണ്ടേ വെക്കുക. പുളിമാങ്ങ ഇല്ലെങ്കിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന അൽഫോൺസ് അങ്ങനെ എന്തായാലും വെക്കാം കേട്ടോ. ഇതിന്റെ കൂടെ നമുക്ക് വെള്ളരിക്ക ഇടാം, കുമ്പളങ്ങ ഇടാം, എല്ലാം ഇടാം. ഇത് ഇപ്പൊ ഞാൻ വെക്കുന്ന വെറും മാങ്ങ മാത്രം ഇട്ടിട്ടാണ്. അപ്പൊ ഈ മാങ്ങയുടെ തോലൊന്ന് കളയണം. നല്ല പഴുത്തോ? പഴുത്തിക്കണം. പുളി ഉണ്ടാവും. ഈ മാങ്ങ കുറച്ച് പുളിയുള്ള ടൈപ്പാ. എന്താ സ്മെല്ല്! പഴുത്താലും അതിന്റെ സ്മെല്ല് ഭയങ്കര അല്ലേ. ഈ മാങ്ങ വേവാനുള്ള വെള്ളം പാരുന്നുണ്ട് കേട്ടോ. ഒരു 1/2 സ്പൂണ് മുളക് പൊടി. ബാക്കി നമ്മള് പച്ചമുളകാണ് അരയ്ക്കുക. പിന്നെ ഒരു സ്പൂണ് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് വേവിക്കണം. അപ്പൊ ചക്ക അവിയൽ റെഡിയായി. എല്ലാം അധികം പാരരുത്, എന്നാലേ അതിങ്ങനെ ഒലർന്ന് കിടക്കുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കരുവേപ്പിന്റെ ഇലയും വെളിച്ചെണ്ണയും പാരണം. കരുവേപ്പിന്റെ ഇല ഇട്ടു. ഇനി വെളിച്ചെണ്ണ പാരും. ഒന്ന് നന്നായി ഇളക്കി ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പൊ ചക്ക അവിയൽ റെഡിയായി. മാങ്ങ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ശർക്കര ഇടുന്നുണ്ട് കേട്ടോ. നല്ല പുളിയാണ് മാങ്ങ. അപ്പൊ കുറച്ച് മധുരം വേണം. അപ്പൊ 2 അച്ച് ശർക്കര അതിൽ കിടന്ന് അലിയട്ടെ കേട്ടോ. ശർക്കര ചിലവരൊന്നും ഇടില്ല, നമ്മളൊക്കെ. അതെ. ഇനി മാങ്ങാക്കൂട്ടത്തിനുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അപ്പൊ ഇതിന് കുറച്ച് നാളികേരം, ഒരു 1/2 മുറി നാളികേരം എടുക്കുന്നുണ്ട്.
പിന്നെ ഒരു 4 പച്ചമുളക്, ഒരു 1/4 സ്പൂണ് ജീരകം. പിന്നെ ഇതിൽ ഞാൻ വെള്ളത്തിന് പകരം തൈരാണ് കേട്ടോ പാരുന്നത്. അത്ര പുളി ഇല്ല, എന്താ വെച്ചാൽ മാങ്ങ നല്ല പുളിയായ കാരണം പുളി ഇല്ലാത്ത തൈരാവണം. അപ്പൊ ഇത് നന്നായി അരക്കട്ടെ. മാങ്ങയൊക്കെ നന്നായി വെന്തു, ശർക്കരയൊക്കെ അലിഞ്ഞിട്ടു. ഇനി നമ്മൾ ഈ നാളികേരം അരച്ചത് പകരാൻ പോവാണ്. ഇനി കുറച്ചും കൂടി ഉപ്പിടുന്നുണ്ട് കേട്ടോ, ഒരു 1/2 സ്പൂണും കൂടി ഉപ്പിടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് കടുക് പൊടിച്ചതാട്ടോ, 1/2 സ്പൂണ് കടുക് പൊടിച്ചത് ഇടുന്നുണ്ട്. കടുക് പൊടിച്ചത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ തിളക്കണ്ട, നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി കടുക് പൊടിച്ചത് നമ്മൾ കയ്യിലില്ലെങ്കിൽ ഈ നാളികേരം അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കടുക് ഇട്ടിട്ട് അരച്ചാൽ മതി. ഇനി കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇടുന്നുണ്ട്. ഇനി ഓഫ് ചെയ്യണം. ഇനി ഒന്നും കൂടി കുറുകൂട്ടോ, ഈ എന്താ പറയാ മണ്ണിന്റെ ചട്ടിയായ കാരണേ നമ്മൾ കഴിക്കാറാവുമ്പോഴേക്കും ഒന്നും കൂടി കുറുക്കും. ഇനി ഇതിൽ വറുത്തിടണം. എണ്ണ നന്നായി ചൂടായി. ഒരു 3 മുളക്, കടുക്, കുറച്ച് ഉലുവ. അപ്പൊ മാങ്ങാ കൂട്ടാനും റെഡിയായി. ആദ്യത്തെ മാങ്ങാ കൂട്ടാനാട്ടോ അല്ലേ? ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടാനാണ്. അതെ. ഇനി വെക്കാൻ പോകുന്നത് കായും പയറും കൂടി ഓലനാണ്. അപ്പൊ ഞാൻ പയറ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പയറ് കുറച്ചു നേരം വെള്ളത്തിലിട്ട് പുതിർത്തിയതാണ്. ഇനി ഇത് ഞാൻ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവിക്കണം. അപ്പൊ ഇത് അടുപ്പത്ത് വെക്കട്ടെ. ഇതിവിടെ ഉണ്ടായ മൈസൂർക്കായാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഓലന് ചെറുതാക്കി തീരെ വണ്ണില്ലാതെ നുറുക്കണം. നല്ല ടേസ്റ്റ് ഉള്ളൊരു കൂട്ടാനാട്ടോ. തോല് കളയണം കേട്ടോ. തോല് കളഞ്ഞിട്ടില്ലെങ്കിൽ അതിങ്ങനെ കടിക്കും. അപ്പോൾ തോല് ഒന്ന് കളഞ്ഞ്, പയറ് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കായ ഇടാം. ഇതിലേക്ക് ഉപ്പിടുന്നുണ്ട്. പിന്നെ ഇടുന്നത് ചീനമുളക് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായി വേവിക്കാം. ഓലൻ റെഡി ആകുമ്പോഴേക്കും ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കയപ്പയ്ക്ക് ചക്കക്കുരു കേട്ടോ. ചക്കക്കുരു ഞാൻ ഓൾറെഡി വേവിച്ചിട്ടുണ്ട്. അപ്പൊ ചക്കക്കുരു ഞാൻ ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് അതിന്റെ കൂടെ തന്നെ കയപ്പയ്ക്ക. ഇതൊക്കെ ഞാൻ കുറച്ചും കൂടി വെള്ളം പാരുന്നുണ്ട്. മഞ്ഞപ്പൊടി, ഉപ്പ്, ഇത് രണ്ടായിട്ട് നന്നായി വേവട്ടെ കേട്ടോ. ഒന്ന് അടച്ചു വെക്കാം. കയ്പയ്ക്കും ചക്കക്കുരും കൂടി ഉള്ള ഉപ്പേരി റെഡിയായി. വെള്ളമൊക്കെ വറ്റി. ഇനി ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് പാരുന്നത്. വേണമെങ്കിൽ വറുത്തിടും ചെയ്യാം, കടുകും മുളകും കൂടി ഇട്ട് വറുത്തിടും ചെയ്യാം. പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് ഈ വെളിച്ചെണ്ണ പാർന്നിട്ടുള്ളതാണ്. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ പാരുന്നുണ്ട്. ഇനി ഇത് ഒന്ന് നന്നായി മൊരിയട്ടെ. അപ്പൊ ഒന്ന് സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം വെക്കാം. അപ്പൊ ചക്കക്കുരു ഉപ്പേരി റെഡിയായി, കയ്പയ്ക്കും കൂടി ഉള്ളത്. ഇനി ഇത് ഓഫ് ചെയ്യാം കേട്ടോ. കായും പയറും കൂടി ഉള്ള ഓലൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കരിവേപ്പിന്റെ അരിയും വെളിച്ചെണ്ണയാണ് ഇടുന്നത്. ജസ്റ്റ് ഒന്ന് ഇളക്കി ഓഫ് ചെയ്യാം. ഓലന് റെഡിയായി. ഇനി ഉണ്ടാക്കുന്നത് ചീരയും നമ്മുടെ മസൂർ ദാളും വെച്ചിട്ടുള്ള ഒരു കറിയാണത്. നാളികേരൊന്നും അരക്കില്ല. ജസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇനി ഈ ചീരയുടെ ഇല ഇടുക. ഇത് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ മസൂർ ദാള്. എന്നിട്ട് അതിലേക്ക് ഞാൻ ചീരയുടെ ഇല ഇടുന്നുണ്ട്. കുറച്ച് വെള്ളം പാരണം. ഇതിങ്ങനെ ഒരു കട്ടിയുള്ള ഒരു കറിയാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉപ്പ്, പൊടി, പിന്നെ ഒരു 3/4 സ്പൂണ് മുളക് പൊടി. ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഇതിട്ടിട്ട് നന്നായി വേവിക്കുക. ഇനി ലാസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചേമ്പ് വെച്ചിട്ടൊരു മസാലക്കറി കേട്ടോ. എല്ലാം ഒരു നാളികേരം അരച്ചതും ഒക്കെ അല്ലേ. അപ്പൊ ഒരു മസാല അരച്ച് നമ്മളൊരു എന്താ പറയാ ഇതിനൊക്കെ കുറുമയ്ക്കൊക്കെ പുറമെ. അപ്പൊ ചേമ്പ് ഒരു 1.5 ചേമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളി, വലിയ ഉള്ളി, ഒരു സവാള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളകും കൂടി വേണം. അപ്പൊ ഇതെല്ലാം കൂടി വഴറ്റട്ടെ. പാൻ ചൂടായിട്ടുണ്ട്. അതിലൊരു 3 സ്പൂണ്
എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇടുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ ഉള്ളിയും കൂടി ഇടാം. ഉള്ളി നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകളെല്ലാം ഇടാം കേട്ടോ. ഒരു 2.5 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 3/4 സ്പൂണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് കുരുമുളക്. ഇതിലേക്ക് കുറച്ച് വെള്ളം പാരണം. ഇപ്പൊ നല്ല പേസ്റ്റ് മാതിരിയായി കേട്ടോ ഈ മസാലകള്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ചേമ്പ് ഇടാൻ പോവാ കേട്ടോ. ചേമ്പൊക്കെ ഞാൻ ഇങ്ങനെ വട്ടത്തിലാണ് നുറുക്കിയിരിക്കുന്നത്. അപ്പൊ ഇനി ഇതെല്ലാം ഇതിലേക്ക് ഇടട്ടെ. എന്നിട്ട് ഇതൊന്ന് നന്നായി വഴറ്റണം. കുറച്ച് കറിവേപ്പിന്റെ ഇലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ഇങ്ങനെ 4ആക്കി നുറുക്കി ഇടുന്നുണ്ട് കേട്ടോ. ഇത് വഴറ്റണ്ട, തക്കാളി ഇങ്ങനെ ഇതിൽ തന്നെ കിടന്ന് ഇങ്ങനെ പേസ്റ്റ് മാതിരി ആയിക്കോളും. വെള്ളം വരുന്നുണ്ടേ. ഈ ചേമ്പ് വേവാനുള്ള വെള്ളം ഇനി ഇതൊന്ന് അടച്ചു വെക്കണം. ഇപ്പൊ ചേമ്പ് മസാലക്കറി റെഡി ആയിട്ടോ. ശരിക്കും ഇതൊരു ചിക്കൻ്റെ മാതിരിയൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിക്കും ഒരു ബാജിയായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടുന്നുണ്ട്. ഇപ്പോൾ ചേമ്പ് മസാലക്കറി റെഡി ആയിട്ടോ. ഇനി ഓഫ് ചെയ്യണം തീയെ. പച്ചച്ചീര ദാൽ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് പാലക്കൊണ്ടും ഉണ്ടാക്കാം. നമ്മളെ പച്ചച്ചീരയാണ് പിന്നെ ടേസ്റ്റ്. ചുവന്ന ചീര അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇതും നമുക്ക് എന്താണ് ചപ്പാത്തിക്ക് ദാളിന്റെ കൂടെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പൊ ഇതും ഓഫ് ചെയ്യാണ് ഞാന്. വിഷുസദ്യ റെഡിയായി. സിമ്പിൾ സദ്യ. അതെ, സിമ്പിളാണ്. നമ്മളെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും വെച്ച് ഡിഫറെന്റ് ആയിട്ടൊന്ന് ഉണ്ടാക്കിയതാട്ടോ. അപ്പൊ ആദ്യം ഞാൻ മാങ്ങാക്കറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ മുളകാ പച്ചടി ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ കയ്പ്പയ്ക്കയും ചക്കക്കുരും കൂടിയുള്ള ഉപ്പേരി, കായും പയറും മമ്പയറും കൂടിയുള്ള ഓലൻ, പിന്നെ ചീരയും ദാളും കൂടിയിട്ടുള്ളൊരു കറി. ഇതിൽ നമുക്ക് എന്താ പറയാ കടലപ്പരിപ്പ് ഇടാം. പിന്നെ എന്ത് പരിപ്പ് വേണമെങ്കിലും ഇടാം കേട്ടോ. ചെറുപയർ പരിപ്പ് എല്ലാം ഇട്ടിട്ട് ഇത് ഉണ്ടാക്കാം. ചേമ്പോണ്ടുള്ളൊരു മസാലക്കറി. പിന്നെ അവസാനം അവിയല്, ചക്ക അവിയല്. പൊതുവിഭവമാണ്. പൊതുവിഭവമല്ല, ഇത് നമ്മള് കൊട്ടാരക്കര ആ ഭാഗത്തു നിന്നാണ് ഞാൻ കഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഏട്ടൻ്റെ മോള് പറഞ്ഞു തന്ന റെസിപ്പിയാണത്. അപ്പോൾ അതും ഉണ്ടാക്കിയത്. പിന്നെ പപ്പടം, പിന്നെ നമ്മുടെ മാങ്ങാക്കൂട്ടൻ. അപ്പൊ ഇതാണ് വിഷു സദ്യ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതെല്ലാം ഡിഫറെന്റ് ആണ്. എന്താ വെച്ചാൽ ഇത് കുറച്ച് നാടനാണ്. പിന്നെ ഇത് കുറച്ച് മധുരമുള്ള കറിയാണ്. ഇത് കുറച്ച് കയ്പ്പ് രസമുള്ള കറിയാണ്. ഇത് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയാ ഹെൽത്തി ചീരയല്ലേ, അപ്പൊ അത്. പിന്നെ ഇത് കായും പയറും ചീനമുളകും കൂടിയിട്ടുള്ള ഒരു കറിയാണ്. ഒക്കെ ഡിഫറെന്റ് ആണ് കറികൾ. ഇതാവുമ്പോഴേക്കും മസാലക്കറി ആയി വന്നു. ഇത് പിന്നെ നമ്മുടെ അവിയലിന് പകരം ഇപ്പൊ കിട്ടുന്ന ചക്ക വെച്ചിട്ട് വെറും ചക്ക മാത്രം ഇട്ടിട്ട് വെച്ച ഒരു ചക്ക അവിയലാണ്. പിന്നെ അപ്പൊ ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.